ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി ഹെൽത്തി സാലഡ് ഉണ്ടാക്കിയാലോ. എല്ലാ സാലഡുകളും ഹെൽത്തി ആണെങ്കിലും ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനും ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്. ഈ സാലഡ് നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും കഴിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, സാലഡ് നിങ്ങൾ വൈകുന്നേരം കഴിക്കണത്. ഈ സാലഡ് അങ്ങനെയല്ല, ഇത് നമുക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും ചോറിന് പകരമായിട്ട് കഴിക്കാം. നല്ല വയർ ഫില്ലിംഗ് ആണ്, ഹൈ പ്രോട്ടീൻ റിച്ച് ആണ്. നമുക്ക് ഒരുപാട് നേരം വിശക്കാതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഞാൻ ഉണ്ടാക്കി നോക്കിയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാലഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഉച്ചയ്ക്കും കൂടെ കഴിക്കുന്ന സാലഡാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന്. ഹെൽത്തി സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കുംബർ എടുത്ത് കനം കുറച്ച് വട്ടത്തിൽ കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാവേ. ഞാനിവിടെ ഒരു വലിയ കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇത്ര ആവശ്യമില്ല, അതുകൊണ്ട് ഇതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നിങ്ങളും എടുക്കുമ്പോൾ വലിയ കുക്കുംബറാണെങ്കിൽ പകുതി മാത്രം എടുത്താൽ മതി കേട്ടോ. നമ്മൾ ബാക്കി വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് വരുമ്പോഴത്തേനും അല്ലെങ്കിൽ പിന്നെ ഒരുപാട് അങ്ങ് സാലഡ് ആയിപ്പോകും കേട്ടോ. നമുക്ക് ഒരുപാട് സാലഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. അതുപോലെ ഒരു ക്യാരറ്റും കുനുകുനാന്നൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ലൈസർ ഉണ്ടെങ്കിൽ സ്ലൈസ് ചെയ്തെടുത്താലും മതി. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ കുക്കുംബറും ക്യാരറ്റും ഒക്കെ നിങ്ങൾ എടുക്കുമ്പോൾ അരമണിക്കൂർ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചിട്ട് നന്നായിട്ട് കഴുകി മാത്രമേ എടുക്കാവൂ. കാരണം ഇത് നമ്മൾ വെറുതെ പച്ചയ്ക്ക് കഴിക്കുന്നതുകൊണ്ട് ഒരുപാട് വിഷമൊക്കെ അടിച്ച് വരുന്നതല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലൊരു സവാളയും കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ അതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ വീട്ടിൽ ബാക്കിയുള്ളവർക്ക് ചോറും കറികളൊക്കെ വെക്കുന്ന സമയത്ത് ഉച്ചയ്ക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഈ സാലഡ് ഉണ്ടാക്കി കഴിക്കാം. നല്ല ടേസ്റ്റുമോ കഴിക്കാനായിട്ട് നമ്മുടെ വയറ് പെട്ടെന്ന് നിറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വേറൊരു ബൗളെടുത്തിട്ട് അതിലോട്ട് ഒരു ഹാഫ് അവക്കാഡോ ആണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇതിനിടയ്ക്ക് ഞാൻ വെജിറ്റബിളോട് കുറച്ച് കോണും കൂടെ ചേർത്ത് കൊടുത്തു. ഞാൻ ആദ്യം ഇടാൻ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കുറച്ച് നാരങ്ങാനീരും ഒരു തുള്ളി തേനുമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ അതിലോട്ട് നല്ല കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച തൈര് കേട്ടോ. എൻ്റെ കയ്യിലിരിക്കുന്ന തൈര് നല്ല പുളിയുള്ള തൈര്. അപ്പോൾ നമുക്ക് ഒരുപാട് പുളിയുള്ള തൈര് ഇനി വേണ്ട, പുളി കുറഞ്ഞ തൈര് മതി. ഒന്നുകിൽ യോഗട്ട് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ടത്തൈര് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ചേർത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഉപ്പും പുളിയൊക്കെ ഈ സമയത്ത് അതിനകത്ത് നോക്കണം, കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് കൂടാതെ എപ്പോഴും നോക്കണം. പുളി ഉപ്പൊക്കെ കൂടിപ്പോയാൽ സാലഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. അതുകൊണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതെല്ലാം കൂടെ നമ്മുടെ ഈ വെജിറ്റബിളിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഹെൽത്തി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ സാലഡ് ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ ഇങ്ങനെ കഴിക്കും. കാരണം ഞാൻ ഒരുപാട് സാലഡ് മാറി മാറി കഴിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ള സാലഡുകളിൽ ഒന്നാണിത്. വേറെ സാലഡുകളുണ്ട്, പക്ഷേ ഞാൻ കൂടുതലായിട്ട് കഴിക്കുന്ന ഈ ഒരു സാലഡാന്ന് പറയുന്നത്. ഇതെനിക്ക് ഉച്ചയ്ക്ക് കഴിക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം ചോറിന് വരെ ഇത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വയറ് നിറഞ്ഞതായിട്ട് തോന്നും. കാരണം നമുക്കിഷ്ടമുള്ള തൈരൊക്കെയാണല്ലോ ഇന്നത്തെ ചേർത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെടും, നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ സാലഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നമുക്ക് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.